അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നിയോഗ 2024 എന്ന പേരിൽ യോഗാ ദിനം ആചരിച്ചു. യോഗ എനിക്കായി സമൂഹത്തിനായി എന്ന സന്ദേശം നൽകിക്കൊണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനം വൈവിധ്യങ്ങളായ പരിപാടികളോടെ സമുചിതമായി ആചരിച്ചു. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി അധ്യക്ഷയായി. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ശ്യാമമോൾ PS, RMO ഡോക്ടർ പ്രതീഷ P, ജില്ലാ ലബോറട്ടറി ഓഫീസർ ഇൻചാർജ് ജയ M, നഴ്സിംഗ് സൂപ്രണ്ട് ബീന KA എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ S യോഗാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 3 ബാച്ചുകളിലായി ലാബ് ഇൻചാർജ് ജയറാം വിയുടെ നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച ജീവനക്കാർ യോഗ പ്രാക്ടിക്കൽ സെഷൻസ് നടത്തി. ഇതോടൊപ്പം പൊതുജനങ്ങൾക്കായുള്ള യോഗ പരിശീലനവും നടന്നു. യോഗ അനുസൃത ഭക്ഷണക്രമവും ആരോഗ്യവും എന്ന വിഷയത്തെ അധികരിച്ച് ആശുപത്രി ഡയറ്റീഷ്യൻ ജെസ്സി ക്ലാസ് നയിച്ചു. ആശുപത്രി ജീവനക്കാർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ദിനത്തിൻ്റെ പ്രാധാന്യമോതുന്ന വിവിധങ്ങളായ കലാപരിപാടികൾ തുടർന്ന് അവതരിപ്പിച്ചു. പിന്നെ ഈ പ്രഗ്നന്റ് ആയതിനു ശേഷം, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പലതവണ ഞാൻ യോഗ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോൾ ഈ പോസ്റ്റിംഗും എല്ലാം കൂടെ ടൈം കിട്ടുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ എങ്കിലും ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനിപ്പം അടുത്ത കൊല്ലെങ്കിലും കുഞ്ഞ് കുറച്ച് വലുതായി, ഒരു 3 ദിവസത്തേക്ക് അവളുടെ ഉറക്കത്തിന് സ്റ്റേബിളായി കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഈ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം നിങ്ങളത് എന്തായാലും യോഗയിലോട്ട് ഒരു എക്സ്പോഷർ കിട്ടുമ്പം എന്താ പറയുക, യോഗ ചെയ്യാനുള്ള സമയമോ അല്ലെ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യണം തന്നെയാണ് എൻ്റെ ഒരു സജഷൻ. ഇത് വളരെ ഗുണകരമാണ്. എന്താ പറയുന്നത്, ബാക്കിയുള്ള എനിക്ക് തോന്നുന്നത് പല എക്സസൈസിൽ ഇപ്പം ഞാൻ മറ്റേ പോലീസിന് ട്രെയിനിങ് സമയത്ത് നമുക്ക് പലതരം വ്യായാമങ്ങളും ചെയ്യേണ്ടി വരും, പലതരം എക്സസൈസുകൾ ചെയ്യേണ്ടി വരും. അപ്പം അതിലൊക്കെ ഉള്ള ഒരു നമ്മൾ എടുത്തൊരു സ്ട്രെയിനോ നമ്മുടെ ബോഡി അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സോ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിനൊരു എന്താ പറയുക, നമുക്ക് ഇപ്പം നമ്മുടെ മസിൽ സ്ട്രെങ്തനിങ്ങോ എല്ലാം കൂടുന്നത്. പക്ഷെ യോഗ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. വിത്തൗട്ട് ആ സ്ട്രെസ്സോ സ്ട്രെയിനോ ഇല്ലാണ്ട് തന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്ത്തും എല്ലാം കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ്. അതേപോലെ നമ്മുടെ എന്താ പറയുക, ഫിസിക്കൽ ഉള്ള സ്ട്രെങ്ത്തിന് അതിലുപരിയായിട്ട് നമ്മളുടെ ഒരു മെന്റലി നമുക്കൊരു സെന്ററിംഗ് എന്ന് പറയുന്നത്, നമുക്കൊരു ക്ലാരിറ്റി, ഒരു മറ്റേ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതിനൊരു എബിലിറ്റി. അപ്പൊ ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നൊരു കാര്യമാണ്. അന്താരാഷ്ട്ര യോഗ ദിനമായ ഇന്ന് ഞാൻ യോഗയുടെ പ്രാധാന്യം തിരിച്ചറിയുന്നു. യോഗ ശാരീരിക, മാനസിക, സാമൂഹിക സുസ്ഥിതിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും യോഗ പതിവായി ചെയ്യുന്നത് സഹായകമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിത്യവും യോഗ ശീലമാക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യോഗ മാനസിക സമ്മർദ്ദ ലഘൂകരണത്തിന് ഉത്തമമായ ഉപാധിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ യോഗ ദിനത്തിൽ ഞാൻ യോഗയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുകയും നിത്യജീവിതത്തിൽ പരിശീലിക്കുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ ദൃഢപ്രതിജ്ഞ.